എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു സന്തോഷ വാർത്ത നിങ്ങളോടൊക്കെ പറയാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുകയാണ്. 2025 ജനുവരി 15 തീയതിയാണ് മലപ്പുറത്ത് കോഴിക്കോട് അതിരൂപത മരിയൻ ധ്യാന കേന്ദ്രം ആരംഭിക്കുന്നത്. കോഴിക്കോട് അതിരൂപത മെത്രാപ്പോലീത്ത അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് ആശീർവദിച്ച് അന്ന് ജനങ്ങൾക്ക് സമർപ്പിക്കുകയായിരുന്നു. ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ മരിയൻ ധ്യാനകേന്ദ്രം മലപ്പുറത്ത് ആരംഭിച്ചിട്ട്. പക്ഷെ ഒത്തിരി പേർ ഈ ധ്യാനകേന്ദ്രത്തിലേക്ക്, നിത്യസഹായ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഇടങ്ങളിൽ നിന്നും ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ശനിയാഴ്ച നടത്തപ്പെടുന്ന ധ്യാനങ്ങളിലേക്ക് ഒത്തിരി പേര് കടന്നു വന്ന് വിടുതലും സൗഖ്യവും സന്തോഷവും സമാധാനവും ഒക്കെ സ്വീകരിക്കുന്നവരുണ്ട്. അതിന് പ്രത്യേകമായിട്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ ഇവിടെയുള്ള ശുശ്രൂഷകരോടൊപ്പം നന്ദി പറയുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നൊരു കാര്യം, എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിലും മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ഏകദിന ധ്യാനങ്ങൾ നടത്തപ്പെടാറുണ്ട്. ഈ വരുന്ന നവംബർ 1 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയും ഏകദിന ധ്യാനം നടത്തപ്പെടുന്നുണ്ട്. അന്ന് ദിവ്യബലിയും വചനപ്രഘോഷണവും നമുക്കായി നൽകുന്നത് കോഴിക്കോട് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജൻസം പുത്തംവീട്ടിൽ അച്ഛനായിരിക്കും. അന്നേ ദിനത്തിൽ ധ്യാനം നയിക്കുന്നത് ഞാനായിരിക്കും. അന്നേ ദിനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ ക്ഷണിക്കുകയാണ്. മലപ്പുറത്ത് ബസ് ഇറങ്ങിയാൽ അവിടെ നിന്ന് 1/2 കിലോമീറ്റർ ഈ ധ്യാനകേന്ദ്രത്തിലേക്കുള്ളൂ. ടൗണിൽ തന്നെയാണ്. ഇപ്പോൾ ഓട്ടോക്കാരോട് പറഞ്ഞാൽ അവർ മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ഇറക്കിത്തരും. അതല്ലെങ്കിൽ സെയിൻറ്റ് ഗ്രിഗോറിയസ് ചർച്ചിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയിലൂടെ കയറി വന്നാൽ ഈ ധ്യാന കേന്ദ്രത്തിൽ എത്താവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് അതിരൂപത മെത്രാപ്പോലീത്ത അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് നൽകുന്ന എല്ലാ സഹായങ്ങൾക്കും, എല്ലാ കരുതലിനും, എല്ലാ സ്നേഹത്തിനും, എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു. ഇതോടൊപ്പം തന്നെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജൻസം പുത്തംവീട്ടിൽ നൽകുന്ന എല്ലാ സഹായങ്ങൾക്കും, എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് അതിരൂപതയിലെ എല്ലാ വൈദികരെയും ഏറ്റവും നന്ദിയോടുകൂടെ ഓർക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ബെനിഫാക്ടറായിട്ടുള്ള സൂസൻ ആൻറ്റിയെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അച്ഛൻ നന്ദി പറയുകയാണ്. അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഒരു പെന്തക്കോസ്ത് അനുഭവം ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും ഉണ്ടാകും. വിടുതലും സൗഖ്യവും സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും വഴി നടത്തട്ടെ.